നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ കഥയാണ് ആരാണ് ശക്തൻ. ഒരിക്കൽ കാറ്റും സൂര്യനും തമ്മിൽ തങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്ന കാര്യത്തിൽ തർക്കമായി. ഞാനാണ് നിന്നിലും ശക്തൻ, ആഞ്ഞു വീശിക്കൊണ്ട് കാറ്റ് പറഞ്ഞു. അല്ലല്ല, ഞാനത് സമ്മതിച്ചു തരില്ല, ഞാനാണ് കൂടുതൽ ശക്തൻ, സൂര്യനും വിട്ടില്ല. അപ്പോഴാണ് തണുപ്പ് മൂലം കമ്പിളിയും പുതച്ചു വരുന്ന ഒരു വഴിപോക്കനെ അവർ കണ്ടത്. ബലപരീക്ഷണം അയാളുടെ മേൽ തന്നെ ആയിക്കളയാമെന്ന് അവർ നിശ്ചയിച്ചു. അയാളുടെ ശരീരത്തിൽ നിന്ന് കമ്പിളി പുതപ്പെടുത്തു മാറ്റുന്നയാളാണ് കൂടുതൽ ശക്തനെന്ന് തീരുമാനമായി. കാറ്റിൻ്റെ ഊഴമായിരുന്നു ആദ്യം. അവൻ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് വീശിയടിച്ചു. എന്നാൽ കാറ്റിന് ശക്തിയേറിയതോടെ വഴിപോക്കൻ കമ്പിളി ശരീരത്തിലേക്ക് കൂടുതൽ അടുക്കി പിടിക്കുകയാണ് ചെയ്തത്. തനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും വഴിപോക്കൻ്റെ ശരീരത്തിൽ നിന്ന് കമ്പിളി പുതപ്പെടുത്തു മാറ്റാൻ കാറ്റിനു കഴിഞ്ഞില്ല. അടുത്തത് സൂര്യൻ്റെ ഊഴമായി. അവൻ രംഗത്തേക്ക് വന്ന് ഊഷ്മളമായി പുഞ്ചിരിച്ചു. സൂര്യൻ്റെ ഇളം ചൂട് അനുഭവപ്പെട്ടപ്പോൾ വഴിപോക്കൻ പുതപ്പിലെ പിടി മെല്ലെ അയച്ചു. സൂര്യന് ചൂടേറി വന്നു. ചൂട് കൂടിയതോടെ വഴിപോക്കൻ പുതപ്പ് പൂർണ്ണമായും ശരീരത്തിൽ നിന്നെടുത്തു മാറ്റി. അങ്ങനെ സൂര്യൻ തന്നെ കൂടുതൽ ശക്തനെന്ന് കാറ്റിന് സമ്മതിക്കേണ്ടി വന്നു. ഈ കഥയുടെ സാരാംശം എന്തെന്നാൽ, പുഞ്ചിരിയാകുമൊരായുധമുണ്ട്, ലോകം വെല്ലാൻ കഴിവതിനുണ്ട്. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.